ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ, ലൈക്ക് ചെയ്തിട്ട് കാണാൻ, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നോർമൽ പാൻറ്റ് അല്ലെങ്കിൽ യൂണിഫോമിനൊക്കെ ഇടുന്ന പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തുണീനെ നാലാക്കി മടക്കിയിടാം. നീളത്തിലൊന്ന് മടക്കിയതിന് ശേഷം വീണ്ടും മടക്കിയിട്ടാണ് നമ്മൾ നാലാക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് 38 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് എവിടെ നിന്നാണോ ലെങ്ത്ത് എടുക്കേണ്ടത് അതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയാണ് പാൻറ്റ് കെട്ടേണ്ടത്, അപ്പോൾ ചിലവർ പൊക്കിളിന് മുകളിൽ കെട്ടും, പൊക്കിളിന് താഴെ കെട്ടും, പൊക്കിളിനോട് ചേർന്ന് കെട്ടും കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് നോക്കുക. അവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുക്കുക. ഒന്ന് ടേപ്പ് റൗണ്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു വിരൽ ലൂസ് ഇട്ടിട്ടുണ്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് 35 കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് നമുക്ക് 38 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് കേട്ടോ ടോട്ടൽ. അപ്പോൾ അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് അലവൻസ് ചേർത്തിട്ട് 40.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് 35 ഇഞ്ചാണ് കിട്ടിയത്. ആ 35ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയതിന് ശേഷം അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 9.25 കിട്ടും. ആ 9.25ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് അലവൻസും കൂടി ചേർത്തിട്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ 10.25 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൽ നിന്ന് താഴേക്ക് ക്രോച്ച് പോയിന്റ് മാർക്ക് ചെയ്യുക. ക്രോച്ച് പോയിന്റ് നമുക്ക് 35 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 6 ഇഞ്ച് കൂട്ടാം. അപ്പോൾ നമുക്കൊരു 41 ഇഞ്ച് കിട്ടും. 41നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13.5 കിട്ടും കേട്ടോ. അപ്പോൾ 14 ഞാൻ ക്രോച്ച് പോയിന്റ് എടുത്തിട്ടുണ്ട് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട്. അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് നീക്കിയിട്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് നമുക്ക് താഴെ ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആംഗിൾ റൗണ്ട് എനിക്ക് 13 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6.5 കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് 7.5 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രോച്ച് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് തടിയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വന്നാലും ഒരു 16 ഇഞ്ചിൽ മേലെ ക്രോച്ച് പോയിന്റ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ കാണാൻ. അതുപോലെ തന്നെ ഷേപ്പ് വരയ്ക്കുന്നത് 2 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തത്. തടിയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഫോൾഡുള്ള ഭാഗമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒന്ന് ഫോൾഡ് മാറ്റി കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വള്ളി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എലാസ്റ്റിക്കാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് നമുക്ക് കിട്ടിയത് 38ആണ്. അതിൻ്റെ കൂടെ 2.5 ഇഞ്ചാണ് അലവൻസ് ചേർത്തത്. അപ്പോൾ എലാസ്റ്റിക് വയ്ക്കുമ്പോൾ ഒരു 3.5 ഇഞ്ച് കൊടുക്കാം. ഞാനിവിടെ വള്ളി വെക്കണോണ്ടാണ് 2.5 ഇഞ്ച് കൊടുത്തത്. അപ്പോൾ വള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ഒരു 6 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 35 ആണെന്നുണ്ടെങ്കിൽ അതിനൊരു 6 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ 41 ഇഞ്ചൊക്കെ എടുക്കുക. അപ്പോൾ ഒരു 10 ഇഞ്ച് വരെ നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അതിന് വീതി എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ 1.5 ഇഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ചെറിയൊരു വള്ളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ 2 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വള്ളി സ്റ്റിച്ച് ചെയ്യാം. വള്ളി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് ആദ്യം മുകളിലത്തെ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം സെൻറ്റർ ഭാഗത്തേക്ക് ഒരറ്റത്തു നിന്നും മടക്കുക, അപ്പുറത്തെ ഭാഗത്തു നിന്നും സെൻറ്റർ ഭാഗത്തേക്ക് മടക്കിയിട്ട് 2ആയിട്ട് മടക്കിയിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് കാണിക്കണില്ല, മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ വള്ളി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പാൻറ്റിന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിൽ 2 ഭാഗവും ഇതുപോലെ വെച്ചിട്ട് 2 ക്രോച്ച് പോയിൻ്റ് ഭാഗവും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, ഒരു 1/2 ഇഞ്ചിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ക്രോച്ച് പോയിൻറ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് 2 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറ്റേ ഭാഗത്തുമ്പോൾ അപ്പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല. ആദ്യത്തേന് നമ്മൾ അറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ക്രോച്ച് പോയിൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ അതും 1/2 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് ചെയ്ത ക്രോച്ച് പോയിൻറ്റുകൾ സെൻറ്റർ ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വിട്ടിട്ട് ഒരു ക്രോച്ച് പോയിൻറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിൽ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക, ഒരു ഭാഗത്ത് മാത്രം കേട്ടോ. 1/4 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ട് വള്ളി കോർത്ത് കൊടുക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് എല്ലാം ചീത്ത വശത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ 1.5 ഇഞ്ച് വിട്ട ഭാഗത്തിന് ഒന്ന് മടക്കി ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കാം, മറ്റൊരു ഭാഗം മാത്രം. അതിനുശേഷം നമ്മൾ ആ 1.5 ഇഞ്ച് വരുന്നത് എവിടെയാണോ അവിടേക്ക് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മുകൾ ഭാഗത്ത് മടക്കാം. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മടക്കിയിട്ട്, ആ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് വള്ളി ഇടാനുള്ളൊരു ഗ്യാപ്പ് മാത്രമായിട്ട് അവിടെ കിട്ടും.
സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ടിടത്തൊക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. കുറച്ചും കൂടി ഉറപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ നമുക്ക് വള്ളി കോർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് താഴെ ഭാഗം ആംഗിളുടെ ഭാഗം മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ ചീത്ത വശത്തേക്ക് ഇട്ടിട്ടാണ് എല്ലാവരും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കാം. അതിനുശേഷം നമുക്കതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ചിൽ വീണ്ടും മടക്കിയിട്ട് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, താഴെ കൂടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സ്റ്റിച്ച് ആ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ആദ്യം ഞാൻ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം 1/4 ഇഞ്ചിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലോ അങ്ങനെ കിട്ടണവരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരുമിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ അടിഭാഗത്തുകൂടിയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് വീഡിയോനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിലവർ ഇതിൻ്റെ ഉള്ളിൽ ക്യാൻവാസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യണവരുണ്ട്. ഞാനിവിടെ സിമ്പിളായിട്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ കിടന്നോളും കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 2 ഭാഗവും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗവും ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ. ക്രോച്ച് പോയിന്റ് വരുന്ന ഭാഗം കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് താഴെ ഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് അലവൻസിൽ നമുക്ക് കൊടുക്കാം. ആ ക്രോച്ചിൻ്റെ ഭാഗത്തുമ്പോൾ 1 ഇഞ്ച് അലവൻസ് ആയിട്ട് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീതി താഴെ നിന്ന് കൂട്ടി കൊടുത്തിട്ട് മുകളിലെത്തുമ്പോൾ കുറച്ച് വരുന്ന രീതിയിലാക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം ഞാനൊന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യണത്. നമ്മൾ തുടങ്ങുന്ന ഭാഗത്തൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ക്രോച്ച് പോയിന്റ് എത്തുമ്പോൾ രണ്ടും ഒരേപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്രോച്ച് പോയിന്റ് കഴിഞ്ഞ് താഴേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഞാൻ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വള്ളി കോർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് അവിടെ 1.5 ഇഞ്ച് വിട്ട് കൊടുത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് വള്ളി കോർക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കോർത്തെടുക്കാം. വള്ളി കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് ചെയ്തതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നോർമൽ പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. നമുക്ക് അളവ് വ്യത്യാസപ്പെടുത്തിയിട്ട് കൂട്ടിയോ കുറച്ചോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കണ്ട എല്ലാവർക്കും താങ്ക് യു.